തെക്കേക്കര ആനിപ്പടിയിൽ തീപിടുത്തത്തിൽ കത്തിത്തീർന്നത് 2 യുവാക്കളുടെ ജീവിത സമ്പാദ്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസിന്റെ ലോകത്തേക്കിറങ്ങി 20 വർഷത്തോളം സ്വരുക്കൂട്ടിയ മുഴുവൻ സമ്പാദ്യവുമാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തീവിഴുങ്ങിയത്. ഇന്ന് രാവിലെ 9:45ഓടെയാണ് വിൽപ്പനയ്ക്കായുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലേക്ക് തീ പടർന്നത്. സമീപത്തെ വീട്ടുകാർ കരിയിലകളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ചതിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് സംശയിക്കുന്നത്. റൂട്ട് സെയിൽ നടത്തുന്ന തെക്കേക്കര വലിയ വീട്ടിൽ നഹാസ്, വലിയ വീട്ടിൽ ഫൈസൽ എന്നിവരുടേതാണ് സ്ഥാപനം. ക്രിസ്മസ് സീസൺ പ്രമാണിച്ച് കച്ചവടത്തിനായി വലിയ തോതിൽ സാധനങ്ങൾ എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഏതാണ്ട് ഇത് മുഴുവനായി തന്നെ കത്തിത്തീർന്നു. വളരെ കുറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ മാത്രമാണ് കത്താതെ ബാക്കിയായത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നതായി സമീപവാസികൾ പറഞ്ഞു. ഈരാറ്റുപേട്ട ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ആളപായമുണ്ടായിട്ടില്ല. തീപിടുത്തത്തിന്റെ ചൂടിൽ സമീപത്ത് ഒരു വീടിന്റെ കാർപോർച്ചിന്റെ മേൽക്കൂരയും AC കംപ്രസർ യൂണിറ്റിന്റെ ഫാനുകളും ഉരുകുകയും ജനൽ ചില്ലുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. സംഭവമറിഞ്ഞ് നഗരസഭാ കൗൺസിലർമാരും വ്യാപാരി വ്യവസായി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. ഇന്ന് ഏകദേശം ഒരു 9:50 ആയപ്പോഴാണ് ഇത് കത്തിയത്. ഫയർഫോഴ്സ് വണ്ടിയൊക്കെ പാഞ്ഞു വന്നപ്പം ഏകദേശം കത്തിയ മാത്രമല്ല, ഇത് അറിയാൻ കഴിഞ്ഞത് ബാക്ക് സൈഡിലാകാണ്ട് കെട്ടിടത്തിന്റെ ബാക്ക് സൈഡിൽ ഉപ്പ കൂട്ടി തീ കത്തിച്ചു. അതിൽ നിന്ന് പടർന്ന് നിമിഷ നേരം കൊണ്ട് ബാക്കി കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കത്തി നശിച്ചു പോയി. ക്രിസ്തുമസോടനുബന്ധിച്ച് സ്റ്റോക്ക് കണ്ടമാനം വന്നു. ആ സാധനങ്ങളൊക്കെ ഓടോണി കണ്ടമാനം സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവര് പല പ്രദേശങ്ങളിൽ നിന്നും ഈ സ്റ്റോക്ക് കൊണ്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇത് പെട്ടെന്നുള്ള തീപിടുത്തമായതുകൊണ്ട്, ഇത് പ്ലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഇത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കത്തി നശിക്കുകയാണ്. ഭയങ്കരമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഹോൾസെയിലായിട്ട് ഈ പിള്ളേര് പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു ഗോഡൌണായിരുന്നു. ഈ ഗോഡൌണിൽ ഏകദേശം ഒരു കണക്കൂടി ചെയ്ത് 40-40 ലക്ഷം രൂപയുള്ള നഷ്ടം വരുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. ഏതായാലും മാനസികമായിട്ടും ഒക്കെ ആ കുട്ടികൾ വളരെ തളർന്നു അവസ്ഥയായിട്ട്. കാരണം ഇതുകൊണ്ട് അവരുടെ ജീവിതമാർഗമായിരുന്നു. ആ ജീവിതമാർഗത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായി. മാനസികമായിട്ട് കൂടിയത് നിങ്ങൾക്കെല്ലാം ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാരണം മറ്റൊന്നുമല്ല, ഒരു 2 കുടുംബം ഇതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ മര്യാദക്കാരായ പിള്ളേർ, നാട്ടിലെ ഏത് രംഗത്തും ആ പിള്ളേർ സഹായം ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങളായിരുന്നു. ആ പിള്ളേരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് താങ്ങുന്നതിനും അപ്പുറമാണ്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ വന്നപ്പം എല്ലാ ആൾക്കാരും, വ്യാപാരി വ്യവസായിയുടെ മേഖല ഉൾപ്പെടെ ഈ പൊതുരംഗത്ത് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇവിടെ എത്തുകയുണ്ടായി.